ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിറം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ പീസുകളാക്കിയിട്ട് നമുക്കിത് 3-4 പ്രാവശ്യം ഒന്ന് കഴുകണം. കഴുകിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ നിറം മാറിപ്പോവും. അതുകൊണ്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 3 പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്ത ബാറ്ററിലേക്ക് നമുക്ക് 1 കപ്പ് റവയും 1/2 കപ്പ് തൈര്, ആ കപ്പിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അരച്ചെടുത്ത ബാറ്റർ നമ്മളൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് സ്റ്റീം ചെയ്യുന്നത്. പ്ലേറ്റ് നമുക്ക് അതൊന്ന് ഓയിലിൽ ചെയ്ത് വെക്കാം. നമുക്കൊരു കടായിൽ ഞാനിപ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. സ്റ്റീമർ ഉള്ളവർക്ക് സ്റ്റീമറിൽ വെച്ചും സ്റ്റീം ചെയ്തും എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ കടായിലേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 10 രൂപയുടെ ഒരു പാക്കറ്റ് ഇനോയാണ് എടുത്തിരിക്കുന്നത്. ഇനോ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറ്ററിലേക്ക്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ആക്റ്റീവായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് തന്നെ വെള്ളം ശകലം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉടൻ തന്നെ ആ ഡിഷിലേക്ക് ഒഴിച്ച് നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഡിഷൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഇത് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ച് നമ്മളിത് കടായിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ പാത്രം ആ കടായിയുടെ മുകളിൽ തന്നെ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനടിയിൽ നമുക്ക് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു റിംഗ് ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ഇത് ചെറിയ പാത്രമാണെങ്കിൽ ആ വെള്ളത്തിൽ ഒരു റിംഗ് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് വേണം ഈ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ. നമ്മൾ ഈ പാത്രം ഇങ്ങനെ ഇല്ലെങ്കിൽ അതിന് ഒരു സ്റ്റീൽ വട്ടപാത്രങ്ങളിലും നമുക്കിതിൽ ഇത് ഒഴിച്ച് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്, സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിത് ഇതിന് മുകളിൽ നമുക്കൊരു ഇതിന് മൂടി വെച്ച് ഒന്ന് അടച്ചുകൂടി ഒന്ന് കൊടുക്കാം. ഞാനിത് ഇടയ്ക്ക് അതിൻ്റെ ലിഡൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കത് ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് വെന്തൊന്ന് നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഒട്ടും ആ സ്പൂണിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വെന്തിട്ടില്ലെന്ന് തോന്നുവാണെങ്കിൽ ഒരു ശകല സമയം കൂടി ഇത് ആവിയിൽ നമുക്കത് വേവിച്ചെടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു ചട്നി കൂടി തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 3-4 ഗാർലിക്കിൻ്റെ അല്ലി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2-3 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എരിവ് കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 7-8 നട്ട്സ് ഒന്ന് കുതിർത്തതാണ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു ക്രീമി സ്ട്രക്ചറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇപ്പം നമ്മുടെ ഡോക്ല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊരു തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്ക് ഒരു ഡിഷിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൂടി ഒന്ന് നോക്കാം. ഞാനിത് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയല്ലാതെ സ്ക്വയർ ഷേപ്പിലും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റൗവിലേക്ക് നമ്മുടെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടീസ്പൂൺ വെളുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. എള്ളും ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചുമന്ന മുളക് ചേർത്ത് കൊടുക്കാം, കാശ്മീരി ചില്ലി പൗഡർ. ഇത് ഈ സമയത്ത് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ.
ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് കളറൊക്കെ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഡോക്ലയുടെ പീസുകൾ നമുക്ക് ഈ തവയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് രണ്ട് പുറവും നമുക്ക് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് എണ്ണയിലൊന്ന് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കൂടുതൽ ഒന്ന് സമയം ഇടണ്ട. അതിന് മുകളിൽ ആ കളറൊക്കെ ഒന്ന് വരത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സർവിങ് ഡിഷിലേക്കോ മാറ്റി കൊടുക്കാം. ഇപ്പം ഞാനിത് ഒന്ന് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ള പീസും നമുക്ക് ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ ഇതിൻ്റെ സ്റ്റൗ കൂടുതൽ മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഉടൻ തന്നെ നമുക്കിത് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ആ കളറൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് ആയിട്ടുണ്ട്. നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇതിന് മുകളിൽ നമ്മൾ പൊടിയായി കട്ട് ചെയ്ത കോറിയൻഡർ ലീഫ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഡിഷ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഡോക്ലയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് രാവിലെയോ വൈകിട്ടോ ഒക്കെ ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ തയ്യാറാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഡിഷ് കൂടിയാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. റവയും പൊട്ടറ്റയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.